ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. ഇങ്ങനെ കറങ്ങി നടന്നു. ഈ കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങളുടെ ശില്പ ആ സായിപ്പിനെ കല്യാണം കഴിക്കാൻ പോവാ. രണ്ടും കൂടെ സോമതീരൻ റിസോർട്ടിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. ആഘോഷിക്കാൻ എന്നെ താഴെ ഇറക്കിയിട്ട് ആ സായിപ്പിനെ ചെന്ന് പൊക്കാൻ നോക്ക്. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഉണ്ടാക്കും. എന്റെ പെണ്ണിനെ അടിച്ചോണ്ട് പോകുന്ന സായിപ്പിനെ പുറത്തേക്ക് ഇറക്കി വിടുന്നവരെ ഞാൻ അലമ്പുണ്ടാക്കും. ഇറക്കി വിടണോ സായിപ്പിനെ? ഇറക്കി വിടണോ വെളിയില്? എന്താ അത് പോകാൻ പറ്റില്ല. നോക്ക്, നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണെ സായിപ്പ് അടിച്ചോണ്ട് പോകാൻ ഒരുങ്ങുമ്പോ നമ്മുടെ ആൾക്കാരെ തന്നെ കൂട്ടി നിൽക്കരുത്. അദ്ദേഹം നമ്മുടെ ഗസ്റ്റാ, അകത്തേക്ക് പോകാൻ പറ്റില്ല. സായിപ്പിന് എന്തു ആവാലോ, ഗസ്റ്റ് അല്ലേ? പക്ഷേ അവൾ എനിക്ക് ഗസ്റ്റ് അല്ല, എന്റെ പെണ്ണാണ്. കാണണം എനിക്കോളെ. എന്തായാലും അകത്തേക്ക് പോകാൻ പറ്റില്ല. പെയിന്റിംഗ് ആണ്, രവിവർമ്മയാണ്, കലയാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ സായിപ്പിനെ കെട്ടി മതാമ യമയണ്ട. സമ്മതിക്കില്ലേ? പ്ലീസ്, നിങ്ങൾ തിരിച്ചു പോകണം. എന്നാ വിളിക്കടോ, സോമനേരത്തിന് എം ഡി വിളിക്കടോ, പോളിമാത്തിനെ വിളിക്കടോ. ഞാൻ പറയാം അങ്ങനോട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള എന്നോട് കളിക്കാൻ നിൽക്കരുതെന്ന്. പടം വരച്ച് നീ എന്റെ പെണ്ണിന്റെ മനസ്സ് മാറ്റിയിട്ട് അവളെ കൊണ്ട് ഇറ്റലിക്ക് കടക്കാനാണോ നിന്റെ പരിപാടി? മാനല്ലടാ, സിംഹം. കേരളത്തിലെ ആൺകുട്ടികളുടെ കൈക്കല്ല് നീ ശരിക്കറിഞ്ഞിട്ടില്ല. എടാ, അന്യ നാട്ടിൽ നിന്ന് വന്ന ചെറ്റേ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്റെ പെണ്ണിനെ കേട്ടെ? ഇല്ല, ഈ തെണ്ടിയെ രക്ഷിക്കാൻ നീ നോക്കണ്ട. Believe me, man. I can't neglect her love. അമ്മാവന് വയ്യാതായ കാലം മുതൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ചെണ്ടകൊട്ടിയെ നിന്നെയും പഠിപ്പിച്ചത്. പറയാമായിരുന്നു നിനക്കെന്നോടല്ല, എല്ലാം പറയാമായിരുന്നു. ഒരിക്കൽ എല്ലാം അവസാനിപ്പിച്ച് പോയതല്ലേ നീ? അവൾക്കൊരു തെറ്റ് പറ്റിയെന്ന് വെച്ച് മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ എന്തിനാ വീണ്ടും നീ? No, man. This Italian really loves this Kerala girl. Come, I'll show you. Come on. Look. I made 12 paintings with Shilpa while we were separated. Look. നീ ഒന്നും പറയണ്ട. ഞാനൊരു പെയിന്റർ അല്ലല്ലോ. പക്ഷെ കുട്ടിക്കാലം മുതലേ നിന്നെ മനസ്സിൽ സങ്കല്പിച്ച് ഒരുപാട് ചിത്രങ്ങൾ ഞാനും വരച്ചിട്ടുണ്ട്. ഞാൻ വരച്ചത് എന്റെ ഹൃദയത്തിലാണ്. അതിന് ചങ്ക് പറിച്ച് കാണിക്കാൻ പറ്റില്ലല്ലോ. ഹലോ, ശില്പയുടെ വീടല്ലേ? അതെ. ഫാബ്രി ആരോ തലക്കടിച്ച് ഹോസ്പിറ്റലിലായി. ചേച്ചി, ഹലോ, ഞാനാ മൂന്നാർ മത്തായി. നമ്മുടെ ഫാബ്രിയെ ആരോ തലക്കടിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സീരിയസ് ആണ് മാഡം. ഇല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രീകുട്ടൻ, അയാളുടെ പേരാ എല്ലാരും പറയുന്നത്.
ശില്പ ശില്പ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്കൊന്നും അറിയില്ല മാവ. ആരൊക്കെ ചേർന്ന് എന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ശില്പ, നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഒരിക്കൽ നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളെ കാണുന്നത് എനിക്ക് പേടിയാ. എങ്ങനെ കഴിഞ്ഞു ശ്രീ ഇത്രയ്ക്ക് ക്രൂരനാവാൻ? അയ്യോ എന്റെ മോളെ, അയ്യോ അയ്യോ, എന്റെ മോളെ വിഷമിപ്പിക്കാതെ പോടാ ഇവിടുന്ന്. ശില്പ, ഞാൻ നിന്നോട് പറയുന്നത് പോകാനല്ലേ പറഞ്ഞത്? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. സായിപ്പിനെ അടിച്ച് ആശുപത്രിയിലാക്കിയിട്ട് കേരള വണ്ടിയില് നടക്കണം അങ്ങോട്ട്. സാർ, ഒന്ന് അകത്തേക്ക് പോകാൻ പറ്റുമോ? സോറി, വിസിറ്റേഴ്സിനെ അലോ ചെയ്യരുന്ന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഡോക്ടർ, ഫാബ്രിക് എങ്ങനെയുണ്ട് ഇപ്പോ? വളരെ ക്രിട്ടിക്കലാ. അറിയിക്കാനുള്ളവരെ അറിയിച്ചോളൂ, താമസിക്കണ്ട. നിർത്തണോ? സർ, ഇയാൾ കുറ്റം സമ്മതിക്കുന്നില്ല. എന്താടോ കിട്ടിയതൊന്നും പോരെ? ഇനിയെങ്കിലും കുറ്റം സമ്മതിച്ചൂടെ? ചെയ്യാത്ത കുറ്റം എങ്ങനെയാണ് സാർ സമ്മതിക്കുക? താനാണ് സായിപ്പിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് സമ്മതിച്ചു തരേ വേണ്ടൂ. സാർ, ഈ സംഭവം നടന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എറണാകുളത്ത് റിസോർട്ടിലെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. എനിക്കൊന്നും അറിയില്ല സാർ, ഞാൻ ഒന്നും അറിഞ്ഞതല്ല. ഇതെന്താ താൻ നേരത്തെ പറയാറുന്നത്? സാർ, പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അതെ, ഇയാളെ കുറച്ച് വെള്ളം കൊടുക്ക്. ആ, യഥാർത്ഥ പ്രതിയെ കിട്ടുന്നതുവരെ ഇയാളെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുക. ഉപദ്രവിക്കണ്ട. ആ, നീയാണ്ടാ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഞങ്ങൾ തെറ്റുകാരല്ല സർ. പേര് പറയാൻ പറഞ്ഞോ? ഇന്നലെ രാത്രി ഇവന്മാരൊക്കെ ആ സായിപ്പിന്റെ കൂടെ എന്റെ ഷാപ്പിലുണ്ടായിരുന്നു. പറയടാ, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? അയ്യോ, ഇവരുടെ കൂടെ ആ മൂന്നാർ മത്തായി ഉണ്ടായിരുന്നു. മൂന്നാമത്തായി പോയി പൊക്കടവനെ. അണ്ണ വണ്ടി വിടണം, വണ്ടി വിട, അണ്ണ വണ്ടി വിടണം, വിടണ വണ്ടി. പെട്രോൾ തീർന്നെടുക്കാണല്ലോ സാറേ. ഇങ്ങോട്ട് പണം. പെട്രോള് തീർന്നു പോയതാ. പറയാ, ഇന്നലെ എന്താ കള്ളശബ്ദം നടന്നേ? പറയാ. സാഹിബിന് കള്ള് കുടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ കുറെ നേരം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. സത്യം പറ, എന്നിട്ട് ആരാ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? ഞാനാ ഷാപ്പിൽ നിന്ന് ആദ്യം സാഹിബിനെയും കൊണ്ട് പുറത്തേക്ക് പോയത്. നീയല്ലടാ സാഹിബിനെ കൊല്ലാൻ ശ്രമിച്ചത്? സത്യം പറയണം. ഞാനത് ചെയ്തിട്ടില്ല സാർ. പറയടാ, പിന്നെ ആരാന്ന് പറയാം, ഞാൻ സത്യം പറയാം. അവരല്ല. ആരൊക്കെയാന്ന് പറ. ഫാബ്രി, എന്താ ഈ ചെയ്തത്? ഞാനും നീയുമല്ലാതെ മറ്റൊരാൾ ഇത് അറിയരുത്. എല്ലാരും ശ്രീകുട്ടനെ സംശയിക്കും. ശില്പ എനിക്ക് വേണോടാ. എന്നിട്ടെന്താടാ ഈ സത്യം നീ നേരത്തെ പറഞ്ഞത്? പറയടാ. പേടിച്ചിട്ടാ, കോടതി സാക്ഷി പറയാൻ പേടിച്ചിട്ടാ സാറേ. കൂടെ നിന്നിട്ട് കൂട്ടുകാരന്റെ പെണ്ണിന് വേണ്ടി അവനെങ്ങെ തട്ടിക്കളയാന്ന് വിചാരിച്ചു. അല്ലടാ. നിക്കടാ, നിന്നെയുണ്ടല്ലോ. ഹലോ സർ, ആ സായിപ്പിന് ബോധം തെളിഞ്ഞു. ആ, ഞാനിപ്പോ വരുന്നു. ഓക്കെ, ഇവനെ പൊക്കെ അകത്തിടോ. Sir, what happened? It was a normal bicycle accident. എന്തോ ഒരു ദുരൂഹതയുള്ളതുപോലെ. ഹലോ,
പറടാ, എന്താ നീ കണ്ടത്? പറയാം സാർ. ശ്രീകുട്ടന് കിട്ടിയില്ല, എനിക്കും കിട്ടത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാത്തത് അങ്ങനെ ഇപ്പൊ സായിപ്പ് കൊണ്ടുപോണ്ട. എന്നെ പിടിക്കല്ലേ. നിങ്ങളെ പറഞ്ഞു നിൽക്കാൻ. നിന്നെ ഞങ്ങൾ അന്വേഷിച്ച് നടക്കായിരുന്നു. കേരള ജീപ്പില്. കൺഗ്രാചുലേഷൻ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നല്ലോ. വിഷ് ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. രണ്ടുപേരും നല്ല ചേർച്ച ഉണ്ട് കേട്ടോ. എല്ലാം ദൈവത്തിൽ Okay, bye. ബൈ. All the best. Bye. Take care. Okay, Fabry, it's time to part. You got your girl. Now I have to leave to Italy. I'm so sorry, Annalisa. Wish you all the best. ബൈ. താങ്ക് യു. Bye. Ciao. Take care. Ciao. Bye-bye. ഡോണ്ട് ഗോ. ഒരാൾക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. അയാളെങ്ങ് കൊണ്ടുവരൂ. What's wrong? പ്ലീസ് ശ്രീ. ഇതാണ് ശരി. നന്നായിരിക്കട്ടെ. ഞാൻ നിന്നോട് Ha ha ha.